സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സുഹൃത്തുക്കളെ, എന്നത്തെയും പോലെ ഇന്നും നമ്മൾ വ്യത്യസ്തമായ ഒരു കഥയുമായാണ് വന്നിരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്ന കഥ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വിചിത്രമായ ഒരു പാലമുണ്ട്. ആ പാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. നമ്മുടെ വീട്ടിലെ വളർത്തുനായ്ക്കൾക്ക് നമ്മളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ നമ്മൾ ഓടിച്ചില്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട നായയുമായി ഒരു പാലത്തിലൂടെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ആ നായ നിങ്ങളുടെ കയ്യിലെ ബെൽറ്റും വലിച്ച് ഓടിപ്പോയി. ആ പാലത്തിൽ നിന്നും താഴേക്ക് ചാടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? കേൾക്കുമ്പോൾ ഒരു കഥയായി തോന്നാം. എന്നാൽ ലോകത്ത് ഒരു പാലമുണ്ട്. അവിടെ എത്തുമ്പോൾ നായ്ക്കൾ കൂട്ടത്തോടെ വന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യും. വിചിത്രമായ കാര്യം അതല്ല. താഴെ വീണിട്ടും ജീവൻ പോകാത്ത നായ്ക്കൾ കഷ്ടപ്പെട്ട് വീണ്ടും മുകളിലേക്ക് നടന്നു വന്ന് അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും താഴേക്ക് ചാടും. ശാസ്ത്രലോകത്തെയും മൃഗസ്നേഹികളെയും ഒരുപോലെ ഭയപ്പെടുത്തിയ സ്കോട്ട്ലാൻഡിലെ ഓവർ ടൗൺ ബ്രിഡ്ജിന്റെ ആരുമറിയാത്ത നിഗൂഢതകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതിന്റെ അവസാനം നിങ്ങളെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളുണ്ട്. സ്കോട്ട്ലാൻഡിലെ വെസ്റ്റ് ഡെൻബോത്തൺഷെയർ എന്ന സ്ഥലത്താണ് ഈ ഓവർ ടൗൺ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. 1895 പണി കഴിപ്പിച്ച വളരെ മനോഹരമായ ഒരു പഴയ ശൈലിയിലുള്ള പാലമാണിത്. ഏകദേശം 50 അടി താഴ്ചയുള്ള ഒരു ചെറിയ പുഴയ്ക്ക് മുകളിലാണ് ഈ പാലം നിൽക്കുന്നത്. കാഴ്ചയിൽ വളരെ ശാന്തവും മനോഹരവുമായ ഈ പാലം പക്ഷേ 1950കളോടെയാണ് ലോക വ്യാപകമായി ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. കാരണം മറ്റൊന്നുമല്ല, ഈ പാലത്തിലൂടെ കടന്നു പോകുന്ന നായ്ക്കൾ വിചിത്രമായി പെരുമാറാനും പെട്ടെന്ന് പാലത്തിന്റെ കൈവരിയിലേക്ക് ഓടിക്കയറി താഴേക്ക് ചാടാനും തുടങ്ങി. വെറുതെ ഒന്നോ രണ്ടോ നായ്ക്കളല്ല സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടുകൾക്കിടയിൽ 500-ലധികം നായ്ക്കളാണ് ഈ പാലത്തിൽ നിന്നും താഴേക്ക് ചാടിയത്. അതിൽ 50-ലധികം നായ്ക്കൾ തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് നായ്ക്കൾ ഇങ്ങനെ ചെയ്യുന്നത്? ശാസ്ത്രം പറയുന്നത് മൃഗങ്ങൾക്ക് സ്വയം ജീവനെടുക്കാനുള്ള ചിന്തയോ ബുദ്ധിയോ ഇല്ലെന്നാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത്രയും നായ്ക്കൾ ഓരോ സ്ഥലത്ത് വന്ന് ചാടുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാർക്കിടയിൽ പല കഥകളും പ്രചരിക്കും. അതിലൊന്നാണ് വെളുത്ത വസ്ത്രം ധരിച്ച സ്ത്രീയുടെ പ്രേതം, ദ വൈറ്റ് ലേഡി ഓഫ് ഓവർടൗൺ. ഈ പാലത്തിനടുത്തുള്ള വലിയ കൊട്ടാരത്തിൽ പണ്ട് ജീവിച്ചിരുന്ന ലേഡി ഓവർടൗൺ എന്ന സ്ത്രീയുടെ ആത്മാവ് ഇപ്പോഴും അവിടെയുണ്ടെന്നും ആ പ്രേതമാണ് നായ്ക്കളെ ആകർഷിച്ച് താഴേക്ക് ചാടിക്കുമെന്നതാണ് ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നത്. മൃഗങ്ങൾക്ക് അമാനുഷിക ശക്തികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നത് കൊണ്ടാകാം നായ്ക്കൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് എന്നും പലരും വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായ മറ്റൊരു സംഭവം 1994 ഈ പാലത്തിൽ നടന്നിട്ടുണ്ട്. കെവിൻ നിക്കോളസ് എന്നൊരു വ്യക്തി തൻ്റെ 2 ആഴ്ച മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ ഇവൻ സാത്താന്റെ മകനാണ് എന്ന് പറഞ്ഞ് ഈ പാലത്തിൽ നിന്നും താഴേക്ക് എറിഞ്ഞു കൊന്നു. അതിനുശേഷം അയാൾ അവിടെ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഈ സംഭവത്തോടെ ആളുകളുടെ മനസ്സിൽ ഈ പാലം ഒരു പേടി സ്വപ്നമായി മാറി. ഇവിടെ
ശാസ്ത്രജ്ഞൻ ഡേവിഡ് സാൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയെത്തി. ഈ നിഗൂഢതയ്ക്ക് പിന്നിലെ സത്യം കണ്ടെത്താൻ ലോക പ്രശസ്ത അനിമൽ ബിഹേവിയറിസ്റ്റ് ആയ ഡോക്ടർ ഡേവിഡ് സാൻസ് ഈ പാലത്തിലെത്തി. അദ്ദേഹം നടത്തിയ ശാസ്ത്രീയമായ പഠനങ്ങളിലാണ് വളരെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വന്നത്. ഒന്നാമത്തെ കാര്യം, ചാടിയ നായ്ക്കളിൽ ഭൂരിഭാഗവും ലംബോഡർ കോളി പോലെയുള്ള വേട്ടയാടാൻ വേണ്ടി നമ്മൾ പരിശീലനം കൊടുക്കുന്ന രണ്ടിനം നായ്ക്കളാണ് ലാംബോഡ്രോ ആൻഡ് കോളി. മണം പിടിക്കാൻ അസാധ്യ ശേഷിയുള്ള നായ്ക്കളായിരുന്നു. മനസ്സിലായില്ലേ? ഈ ചാടി ആത്മഹത്യ ചെയ്ത നായ്ക്കളിൽ മണം പിടിക്കാൻ അസാധ്യ കഴിവുള്ള രണ്ടിനം നായ്ക്കളാണ് ഏറ്റവും കൂടുതലും അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പാലത്തിന് അടിയിലുള്ള കാടുകളിൽ മിങ്ക് എന്ന് പറയുന്ന ഒരു തരം ചെറിയ കാട്ടുജീവികൾ ജീവിക്കുന്നുണ്ടായിരുന്നു. മിങ്ക് എന്ന് പറയുന്ന ഒരു തരം കാട്ടുജീവികൾ. ഈ ജീവികളുടെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു പ്രത്യേക തരം മൂത്രത്തിന്റെ ഗന്ധം നായ്ക്കളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒന്നാണ്. മൃഗങ്ങൾക്ക് പല പല ഇഷ്ടങ്ങളുണ്ടല്ലോ, മനസ്സിലായില്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ അതിൻ്റെതായ ഇഷ്ടങ്ങൾ. എന്ന് പറയുന്ന പോലെ മിങ്ക് എന്ന് പറയുന്ന കാട്ടിൽ വസിക്കുന്ന ചെറിയ ഒരു ജീവിയുടെ മൂത്രത്തിന്റെ സ്മെല്ല് ഇത്തരത്തിലുള്ള ഈ ആത്മഹത്യ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്ത നായ്ക്കളേതാണ്? ഏറ്റവും കൂടുതൽ മണം പിടിക്കാൻ കഴിവുള്ള നായ്ക്കളാണ് ആത്മഹത്യ ചെയ്തത് അവിടെ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ പറയുന്നത് മിങ്ക് എന്ന് പറയുന്ന ജീവിയുടെ മൂത്രത്തിന്റെ ഗന്ധം നായ്ക്കളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒന്നാണ്. ഡോക്ടർ ഡേവിഡ് കണ്ടെത്തിയത് എന്തെന്നാൽ, പാലത്തിലൂടെ നടന്നു പോകുന്ന നായ്ക്കൾക്ക് പെട്ടെന്ന് താഴെ നിന്നും ഈ മിങ്ക് ജീവികളുടെ കടുത്ത ഗന്ധം അടിക്കുന്നു. ആ മണം പിടിച്ച് അത് എവിടെ നിന്നാണെന്ന് നോക്കാൻ പോകുന്ന നായ്ക്കൾ, വാസ്തവമാണ്, അതിന്റെ സ്മെല്ല് എവിടെ നിന്ന് അന്വേഷിക്കാൻ പോകുന്ന നായ്ക്കൾ പാലത്തിന്റെ വശങ്ങളിലെ കട്ടിപ്പുള്ള കല്ലുകൾ കാരണം താഴെയുള്ള 50 അടി താഴ്ച കാണുന്നില്ല. അവർ വിചാരിക്കുന്നത് അവിടെ വെറും പുല്ല് നിറഞ്ഞ നിലമാണെന്നാണ്. അങ്ങനെ ആ മണത്തിന്റെ പുറകെ ചാടുന്ന നായ്ക്കൾ നേരെ താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് ആത്മഹത്യയല്ല, മറിച്ച് മണം പിടിച്ചു പോകുമ്പോൾ പറ്റുന്ന ഒരു വലിയ അപകടം മാത്രമാണ്. ശാസ്ത്രം ഇതിനൊരു മറുപടി നൽകിയില്ലെങ്കിലും ഇന്നും പല ചോദ്യങ്ങളും ബാക്കിയാണ്. കാരണം സ്കോട്ട്ലാൻഡിൽ വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മിങ്ക് ജീവികളുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത തരത്തിൽ ഈ ഒരു പാലത്തിൽ മാത്രം എന്തുകൊണ്ട് നായ്ക്കൾ ഇത്രയധികം അപകടത്തിൽപ്പെടുന്നു? ഇന്നും ഈ പാലത്തിന് മുന്നിൽ നിങ്ങളുടെ നായ്ക്കളെ ബെൽറ്റിൽ കെട്ടി മാത്രം നിർത്തിക്കുക എന്നൊരു മുന്നറിയിപ്പ് പോലും കാണാം. ഇപ്പം നമ്മളവിടെ സന്ദർശിച്ചാലും നായ്ക്കളുമായിട്ട് ചെല്ലുന്നവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ നായ്ക്കളെ ബെൽറ്റിൽ കെട്ടി മാത്രം നടത്തിക്കുക എന്നൊരു മുന്നറിയിപ്പ് പോലും കാണാം. അപ്പോൾ കൂട്ടുകാരെ, ഈ വിചിത്ര പാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് വെറും ഒരു ശാസ്ത്രീയമായ അപകടമാണോ, അതോ ഇതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും നിഗൂഢതകളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.